ഓക്കേ, എഴുന്നേൽക്ക്, ഇനി തുടങ്ങാം. റോക്ക് ആൻഡ് റോൾ. റെഡി. ഇതെത്ര എളുപ്പമായിരുന്നു. അത് ശരിയാണ് നറൂട്ടോ. പരിവർത്തനം. കുടുങ്ങി. നാരുട്ടോ. ഞാൻ ജയിച്ചു. അവന്റെ തലയിലത് വീണു. ഒരു ഇറേസർ പോലും മറിച്ചു വെക്കാൻ പറ്റാത്ത ആളല്ലേ. ക്ലാസ്സിൽ കോമാളികളാണ് എപ്പോഴും പരാജയപ്പെടാറ്. അതാ ബെല്ല്. ഞാൻ അയാളെ ആക്രമിച്ചപ്പോൾ വീണതായിരിക്കും. അയാളുടെ ബെല്ല് താഴെ വീണു. ഏയ്, എന്താ ഇത്? എന്താണ് കാര്യം? അത് പിന്നെ സക്കൂറ ഇവിടെ വന്നപ്പോ നീ അവളോട് ഉപദേശം ചോദിച്ചില്ലേ? അപ്പോ അവള് നിനക്ക് എന്താ പറഞ്ഞു തന്നെ? അത് ഞാൻ നിന്നോട് പറയില്ല. ആദ്യമായി ഞാൻ വില്ലേജിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ഞാനിപ്പോ ഒരു യാത്രികനാണ്, വിശ്വസിക്ക്. ഈ ഭ്രാന്തന്റെ ജീവൻ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? ഈ വയസ്സിന് ഗാർഡായി ഞങ്ങൾ പോവേണ്ടി വരുന്നുണ്ടല്ലോ. അതെ, ഒരു നെഞ്ച് ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. ഒരു ദിവസം ഞാനും ഒരു ഹോക്കാഗിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ മുൻപിൽ വരും. എന്റെ പേര് നാരുട്ടോ ഉസോമാക്കി. കേടാ മോനെ, നിന്റെ ഫോട്ടോ ഇങ്ങനെയാണോ എടുത്തു തരേണ്ടത്? വേഗം ആട്ടെ, എടുക്ക വേഗം. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഒന്ന് ചിരിക്കേ. ഇത് വായനശാലയൊന്നുമല്ല നാറൂട്ടോ. ഞാൻ അടുത്ത നിഞ്ച മിഷന് തയ്യാറാണ് സെൻസേ. എന്നെ സ്വയം തെളിയിക്കാനുള്ള അവസരം വേണോ എനിക്ക്? ഞാൻ എന്താണെന്ന് കാണിക്കാനുള്ള റിയൽ മിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കത് തകർത്ത് തരിപ്പണമാക്കണം. കണ്ടോ? ഓ, നിങ്ങളോ? ഞാൻ നിങ്ങളുടെ വീട്ടിലെ പുല്ലൊക്കെ പറിച്ചു. എങ്ങനെയുണ്ടത്? എന്താ പ്രശ്നം? നീ പുല്ല് പറിച്ചു, അതോടൊപ്പം തന്നെ എന്റെ ചെടികളും പറിച്ചു. വിഷമിക്കണ്ട സാക്കുറ. നീ ആ സാസ്കിയെ മറന്നേക്ക്. നിനക്കും എനിക്ക് ചേർന്ന് നമ്മുടെ ടീം വർക്ക് വികസിപ്പിച്ചെടുക്കാം. അവൾ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. ഞാനാകെ ചുമക്കുന്നത് പോലെയുണ്ട്. അവൾ ബോസിനെ നോക്കുന്നത് കണ്ടാൽ അവളുടെ കണ്ണുകൾ കത്തികളാണെന്ന് തോന്നും. ഓ, എനിക്ക് മനസ്സിലായി. അത് നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലേ? അത് പിന്നെ അവൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ വളരെ ഭ്രാന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ? നിങ്ങളെല്ലാവരും ആദ്യത്തെ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു. ഒന്ന് നിക്ക്. എന്തേ നടക്കുന്നേ? അപ്പൊ 10ാമത്തെ ചോദ്യം എന്തേ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നേയില്ല. തുടരാനുള്ള നിങ്ങളുടെ തീരുമാനമായിരുന്നു 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിരുന്നത്. അതെ. കണ്ടോ, ഞാൻ ഒരു നിമിഷം പോലും പറ്റിക്കപ്പെട്ടില്ല. ഒരു മണ്ടനായിരിക്കണം ഇതൊക്കെ മനസ്സിലാവാതിരിക്കണമെങ്കിൽ. സത്യമല്ലേ ഹിനാറ്റ? കൊള്ളാമല്ലോ. അപ്പൊ ഈ സമയം മുഴുവൻ അവന് അറിയില്ലായിരുന്നു. ഇന്നു മുതൽ ഞാനൊരു നിഞ്ചയാകും, സത്യമായിട്ടും. കൂടെ സക്കൂറ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും സസൂക്കി ആവാതിരുന്നാ മതി. നാരുട്ടോ ഉസുമാക്കി, സക്കുറ ഹറുനോ. എനിക്ക് പണി കിട്ടി. കിട്ടി.